വാഴക്കുളത്തും പരിസര പ്രദേശങ്ങളിലും മോഷണം പതിവാകുന്നു. ജാഗ്രതാ നിർദ്ദേശവുമായി വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സിജു സെബാസ്റ്റ്യൻ. വാഴക്കുളം കലൂർക്കാട് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന TMK ലക്കി സെന്ററിൽ നിന്നുമാണ് ലോട്ടറിയും പണവും നഷ്ടമായത്. ഉടമ ഇന്ന് രാവിലെ കടയിലെത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. ഷട്ടറിന്റെ ഒരു ഭാഗം ഉയർത്തിയാണ് മോഷണം നടത്തിയത്. മോഷണം തുടർക്കഥയാകുന്നു എന്നും വ്യാപാരികളും മറ്റു വ്യക്തികളും ശ്രദ്ധിക്കണമെന്നും സിജു സെബാസ്റ്റ്യൻ ഓർമ്മപ്പെടുത്തി. വാഴക്കുളം പോലീസ് എത്തി തുടർ നടപടി സ്വീകരിച്ചു. വാഴക്കുളം ടൗണില് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മോഷണവും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളിൽ പുറത്തുനിന്ന് എത്തി ആളുകൾ QR കോഡ് അല്ലെങ്കിൽ ഗൂഗിൾ പേ റെഡിയാക്കി കൊടുക്കാം, കമ്പനിയുടെ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് വന്ന് തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിലുണ്ട്. ഈ കഴിഞ്ഞ രാത്രിയിൽ വാഴക്കുളത്ത് തന്നെ കലൂർക്കാട് ജംഗ്ഷനിലുള്ള വ്യാപാര ഭവന്റെ ബിൽഡിംഗിൽ TMK ലക്കി സെന്ററിൽ ഇന്നലെ രാത്രി മോഷണം നടത്തി. ഏതാണ്ട് 60,000 രൂപയ്ക്ക് മുകളിലുള്ള ഹോൾസെയിൽ ലോട്ടറികൾ അവിടെ നിന്ന് അപഹരിക്കപ്പെട്ടു. പോലീസ് കാര്യക്ഷമമായിട്ട് തന്നെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ വ്യാപാരികളായ ആളുകളും പൊതുജനങ്ങളും ഏറെ ശ്രദ്ധിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഒരു താഴിട്ട് പൂട്ടിയിട്ടുള്ള ആളുകൾ 2 താഴുകൾ ഇട്ട് പൂട്ടാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ കയറി ഇറങ്ങുന്ന ആളുകളെ അപ്പോൾ തന്നെ പോലീസിൽ അറിയിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. വാഴക്കുളവുമായി ബന്ധപ്പെട്ട് അന്യ സംസ്ഥാനത്തുള്ള ആളുകളും അതുപോലെ തന്നെ പുറമേ നിന്ന് വാഴക്കുളത്ത് വന്ന് പോകുന്ന ആളുകളും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വാഴക്കുളത്തെ എല്ലാ വ്യാപാരി സുഹൃത്തുക്കളും പൊതുജനങ്ങളും ഈ കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കണമെന്നാണ് വാഴക്കുളം മർച്ചന്റ് അസോസിയേഷന് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്.